മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം നടത്തി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് കോൺഗ്രസ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗം പ്രസിഡന്റ് AG ജോർജിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ മുഖ്യപ്രഭാഷണവും നടത്തി. യോഗത്തിൽ നിർധനനും കിടപ്പ് രോഗികളുമായുള്ളവർക്ക് UDF കോതമംഗലം നിയോജക മണ്ഡലം കൺവീനർ MS എൽദോസ് കിറ്റ് വിതരണം നടത്തി. യോഗത്തിൽ കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ, പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, കോതമംഗലം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PR അജി, നെല്ലിക്കുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ, ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ, കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷി, നേര്യമംഗലം മണ്ഡലം പ്രസിഡന്റ് ജോയ്മോൻ ജോസഫ്, കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, മുനിസിപ്പൽ കൗൺസിലർ ഭാനുമതി രാജു, ജോർജ് വർഗീസ്, AK വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസം രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നു, പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് പരിപാടി അവസാനിക്കുന്നു. ഞങ്ങളൊക്കെ 5 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പിരിയുന്നത് കളക്ടറേറ്റിൽ നിന്ന്. 7 മണിക്ക് അദ്ദേഹം കൊച്ചി മെട്രോ റെയിലിലെ ഒരു മീറ്റിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ആ പരാതി 10,000-കണക്കിന് ആളുകളാണെന്ന് പരാതിയുമായി വന്നത്. പരമാവധി എല്ലാവരുടെയും പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ നടപടി കൊണ്ട് കേരളത്തിലെ എത്രായിരം ആളുകൾക്കാണ് 14 ജില്ലകളിലും അതിന്റെ ഗുണം ലഭിച്ചത്. അത് മാത്രമല്ല, ഈ 14 ജില്ലകളിലും 10,000-കണക്കിന് ആളുകളുടെ പരാതി കേട്ടപ്പോഴാണ് കേരളത്തിലുണ്ടായിരുന്ന നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും, നമുക്കറിയാം, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിയമങ്ങളും ചട്ടങ്ങളും ലഘൂകരിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഉടനടി ലഭിക്കാൻ കഴിയാവുന്ന ഉത്തരവുകൾ, 41 ഉത്തരവുകൾ അദ്ദേഹം ഇറക്കിയത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.